ഇദ്ദേഹം ഞങ്ങളെ ഒരു അത്ഭുതം കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. ഇതൊരു പഴയ തറവാടാണ്. ഈ തറവാടിൻ്റെ അപ്പുറത്ത് പറമ്പിലൂടെയോ എന്തോ അത്ഭുതം ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ പഴക്കം ചെന്ന ഒരു തറവാടല്ലേ. തടികളെല്ലാം ക്ഷയിച്ചു തുടങ്ങി. നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അത്ഭുത വൃക്ഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ പുളിമരമാണ്. വാളംപുളി എന്ന് പറയുന്ന ഒരു മരമാണ്. ഈ മരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ പഴക്കം എത്രയാണെന്നുള്ളത് ആ തറവാട്ടുകാർക്കോ ഒരു തറവാടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന അവർക്കൊന്നും അറിയില്ല. അവർ 8-10 തലമുറയ്ക്ക് മുമ്പ് തൊട്ടേ ഈ പുളി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കരിങ്കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന എന്തോ രൂപമാണെന്ന്. മോൾപോട്ട് കാണുമ്പോഴേ നമുക്കിതൊരു വൃക്ഷമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതിൽ എല്ലാ ദൈവങ്ങളുടെയും രൂപങ്ങളുണ്ട് ഈ തടിയിൽ. ഈ വള്ളികളും പടർപ്പുകളും ഒക്കെ നമ്മൾ മാറ്റിയിട്ട് നോക്കാമെങ്കിൽ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടിയാണ് ഈ പുളിമരം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം കുറച്ചൊക്കെ ഇതിൻ്റെ ഈ വള്ളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. അതൊന്നും നശിപ്പിച്ചില്ല. അപ്പം അങ്ങേ സൈഡിൽ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിനെക്കാട്ടി മനോഹരമാണ് അങ്ങേ സൈഡെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വള്ളിപ്പടർപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇച്ചിരി വള്ളിപ്പടർപ്പ് മാറ്റിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, അതങ്ങനെ തന്നെ നിന്നോട്ട്. ഈ പുളിമരത്തെ ആശ്രയിച്ച് തന്നെ ഒരുപാട് ചെടികൾ വളർന്നു വരുന്നുണ്ട്. ഇതിൽ കണ്ടില്ലേ ഒരുപാട് രൂപങ്ങളുണ്ട് ഇതിൽ. കൃഷ്ണനും ഗണപതിയും. ഇതിൻ്റെ മറുവശത്ത് നല്ല ക്രിസ്തുദേവൻ്റെ നല്ലൊരു രൂപമുണ്ടെന്നാണ് എൻ്റെ കൂടെ വന്ന കാര്യസ്ഥൻ പറഞ്ഞത്. ഈ മരം നമ്മളൊന്ന് നേരിട്ട് കാണേണ്ട മരമാണ്. നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തും. മേപ്പോട്ടും ഇതുപോലെ തന്നെയാണ് ഈ മരത്തിൻ്റെ രീതി. കണ്ടില്ലേ? അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയല്ലേ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.